പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാലം നമുക്ക് സമ്മാനിക്കുന്ന ഞായറാഴ്ചകളിലെ നിറവാർന്ന സായാഹ്നത്തിന് കൂപ്പുകൈ പ്രണാമം. കവിഗന്ധർവൻ വയലാർ രാമവർമ്മയുടെ ഗാനമലർവാടിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗാനപുഷ്പങ്ങളെ വിവർത്തനം ചെയ്തതിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഭവസുഖത്തെ ഒന്നുകൂടി തൊട്ടുരുചിക്കാൻ ഒരു മോഹം. തയ്യാറല്ലേ എല്ലാവരും? ദുഷ്യന്ത മഹാരാജാവ് തൻ്റെ പൂന്തോട്ടത്തിലെ സരോവരത്തിൽ അരയന്നങ്ങളുടെ പ്രണയഭാവങ്ങൾ കണ്ണുചിമ്മാതെ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ശകുന്തളയാണ്. നോക്കൂ, താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖന മെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. നമ്മൾ വീണ്ടും രണ്ടാമതൊരു ഗാനം എടുക്കുകയാണ്. ഈ നീലാകാശത്ത് നക്ഷത്രമാകുന്ന ലിപിയിൽ പകർത്തിയ കവിതയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? നീലാകാശ താമരയിലയിൽ നക്ഷത്ര ലിപിയിൽ, നീലാകാശ താമരയിലയിൽ നക്ഷത്ര ലിപിയിൽ പവിഴ കൈനഖ മുനയാൽ പ്രകൃതിയ കവിത പകർത്തിവെച്ചു, അന്നതു ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. ഒന്നുകൂടി പറഞ്ഞോട്ടെ. കടൽത്തീരത്ത് ഒരു സായാഹ്നമുണർത്തുന്ന മോഹത്തിൽ സന്ധ്യയുടെ തിരുതാഴ്ത്തുവാൻ കാറ്റിനോട് പറയുന്ന സീമന്തിനെ ഓർക്കുന്നുണ്ടോ? ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ടു നീ ശ്രീമംഗലയായി, പൂക്കളുടെ മണമേറ്റു പുരുഷന്റെ ചൂടേറ്റു പൂണാരമണിയായി. കാറ്റേ കടലേ കയ്യെത്തുമെങ്കില കൽവിളക്കിൻ തിരി താഴ്ത്തു, തിരി താഴ്ത്തു. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രൻ്റെ പൂമടിയിൽ എൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ, ഉറക്കൂ. നമുക്കിനി ഇന്നത്തെ പ്രോഗ്രാമത്തിലേക്ക് വരാം. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിൽ MS വിശ്വനാഥൻ സർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇന്നത്തെ വസന്തരാവന് കുങ്കുമക്കുറി ചാർത്തുന്നത്. ഈ ഗാനം ജാനകിയും പാടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ പല്ലവിയിലേക്കൊന്ന് പോകാം. വീണപ്പൂവേ കുമാരനാശാന്റെ വീണ പൂവേ, വീണ പൂവേ. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ, വീണ പൂവേ. ഇതാണ് പല്ലവി. നമുക്ക് നോക്കാം. 1907 മഹാകവി കുമാരനാശാൻ്റെ
ചിന്താനഭസിൽ വിരിഞ്ഞ വീണപൂവ് എന്ന കവിത ഉദയത്തിലും അസ്തമയത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വഴികാട്ടിയായ ശുക്രനക്ഷത്രമാണെന്ന് കവി ഉപമിക്കുകയാണ്. അതുകൊണ്ട് കവി പറഞ്ഞത്, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. കണ്ട, ഒരു ശുക്ര നക്ഷത്രമാണെന്ന് ഇന്ന് കവി ഉപമിക്കുകയാണ്. ഇത് വെറുമൊരു തിളക്കമല്ല, മറിച്ച് വിശ്വത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദർശനത്തിൻ്റെ പ്രകാശമാണ് ഈ ശുക്രനക്ഷത്രം. ഈ ഗാനത്തിലൂടെ വയലാർ അവതരിപ്പിക്കുന്നത് കുമാരനാശാൻ എന്ന മഹാകവിയുടെ കാവ്യ ദർശനത്തെയാണ്. നമ്മൾ ഈ കവിതയെക്കുറിച്ചിട്ട്, ഈ വീണപൂവിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വിസ്തരിച്ച് പറയാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും അനുപല്ലവിയിലേക്ക് വരികയാണ്. നമുക്ക് നോക്കാം അനുപല്ലവി. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ, നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി. കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണ്ണധനുസ്സിലെ മല്ലീശരമാക്കി, മല്ലീശരമാക്കി. കണ്ടോ, വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ. വികാരവതിയായി നീ വിരിഞ്ഞു നിന്നപ്പോൾ നിന്നെ കണ്ട് ഉന്മാദം പൂണ്ട കവികളുടെ ഭാവനകൾ നിന്നെ വിരൽ തൊട്ടുണർത്തിയില്ലേ? അതുമാത്രമാണോ ചെയ്തത്? പിന്നെന്ത് ചെയ്തു? അല്ലേ, വേറെന്താ ചെയ്തത്? നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി. കവികൾ കണ്ടോ എന്ത് ചെയ്തു? വീണ്ടും ചെയ്തെന്താണ്? കാമുകിമാരുടെ ചുണ്ടിനെ നിന്റെ നിശീത കുമുദമാക്കി കവികൾ ഉപമിച്ചില്ലേ? നിശീതം അർദ്ധരാത്രിയാണ്, കുമുദം ആമ്പൽപ്പൂവാണ്. അർദ്ധരാത്രി വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂവിനോട് കവികൾ കാമുകിമാരുടെ ചുണ്ടിനെ ഉപമിച്ചില്ലേ? അതുമാത്രമോ? മന്മഥൻ കുലയ്ക്കും സ്വർണ്ണധനുസ്സിലെ മല്ലീശരമാക്കി, മല്ലീശരമാക്കി. മന്മഥൻ കാമദേവൻ്റെ സ്വർണ്ണധനുസ്സിലെ പുഷ്പബാണങ്ങളാക്കി നിന്നെ ഉപയോഗിച്ചില്ലേ? ഒന്ന് നോക്കൂ, എന്തൊക്കെയാണ് പുഷ്പബാണങ്ങൾ കാമദേവൻ്റെ? അരവിന്ദമുണ്ട്, അരവിന്ദം താമര എന്നർത്ഥം. അശോകമുണ്ട്, ചൂതമുണ്ട്, മാമ്പൂവാണത്. നവമല്ലികയുണ്ട്, മുല്ലയാണ്. നീലോൽപ്പലം, കറുത്ത ആമ്പൽപ്പൂവ്. ഈ 5 പുഷ്പങ്ങളാണ് കാമദേവൻ്റെ സ്വർണ്ണധനുസ്സിലെ മല്ലീശരങ്ങൾ അല്ലെങ്കിൽ പുഷ്പബാണങ്ങൾ. അങ്ങനെ ആ പുഷ്പബാണങ്ങളുമാക്കി നിന്നെ മാറ്റിയില്ലേ ആര്? കാമദേവൻ പോലും എന്ന് നമ്മുടെ മഹാകവിയായിട്ടുള്ള വയലാർ രാമവർമ്മ ചോദിക്കുകയാണ്. ഇനി അടുത്തത് ചരണമാണ്, നമുക്ക് നോക്കാം. വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ, നിൻ വേദനകൾ, വർണ്ണ പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി. ആശാൻ വിണ്ണിലെ കൽപ്പ ദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി, വാടാമലരാക്കി. വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻ. എത്രയോ നിന്നിൽ വേദനകളുണ്ടായിരുന്നു. പുഷ്പം കൊഴിഞ്ഞു വീഴുമ്പോൾ ആരിലെല്ലാം വിരഹത്തിൻ്റെ വേദനകൾ ഉണർത്തി. നമുക്ക് നോക്കാം. തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകൾ വിരഹമായില്ലേ? പുഷ്പഗന്ധത്തെ അന്തരീക്ഷത്തിൽ പടർത്തുന്ന കാറ്റിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടില്ലേ? ഈ സുഗന്ധം മനുഷ്യ മനസ്സിൽ ഓർമ്മകളുടെ ചെപ്പുകിലുക്കുന്നതും അങ്ങനെ എത്രയോ ഉറങ്ങിക്കിടക്കുന്ന താളങ്ങളെ
വിരിയിപ്പിക്കുന്നില്ലേ നീ എന്ന് കവി ചോദിക്കുകയാണ്, അല്ലേ? നിന്നിലും വിരഹമില്ലേ, നീയും വിരഹിണിയാകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമാണോ? പിന്നെ വീണ്ടും കവി പറയാണ്, വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്തതിലകമാക്കി ആശാ. നോക്കൂ, വർണ്ണപ്പീലി തൂലിക. ഈ വർണ്ണപ്പീലി തൂലിക വെച്ചാൽ മയിൽപ്പീലി കൊണ്ടുള്ള തൂലികയാണ്. അപ്പം മയിൽപ്പീലി കൊണ്ടുള്ള തൂലിക കൊണ്ട് വസന്ത തിലകം എന്ന വൃത്തത്തിൽ, മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലൊക്കെ വസന്ത തിലകം എന്ന വൃത്തമുണ്ട്. അപ്പം ഈ പാട്ട്, ഈ കവിത എഴുതിയിരിക്കുന്നത് കുമാരനാശാന് ഈ വസന്ത തിലകം എന്ന വൃത്തത്തിലാണ് ഈ കവിത കുമാരനാശാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് ആ വസന്ത തൂലികയാണ് ഈ ഗാനത്തിൻ്റെയും ഈ കവി, ഈ കുമാരനാശാൻ്റെ വീണ പോകുന്ന കവിത ഇതിലെ വൃത്തം അതാണ് വസന്ത തിലകം. അത് മാത്രമാണോ? ഈ വസന്ത തിലകത്തിന് ആലങ്കാരികമായ ഒരർത്ഥം കൂടിയുണ്ട്. എന്താണ് ആലങ്കാരിക അർത്ഥം എന്ന് വെച്ചാൽ, ഈ പ്രകൃതി പൂക്കളുടെ ഉത്സവകാലമായി കൊണ്ടാടുന്ന വസന്തകാലമാണ്. അപ്പോൾ വസന്തകാലത്തിലെ ശ്രേഷ്ഠമായ തിലകക്കുറി അണിഞ്ഞ് ഇവളായിരുന്നു ഏറ്റവും തിലകക്കുറി അണിഞ്ഞ് പുഷ്പങ്ങൾ നിൽക്കില്ലേ വസന്തകാലത്തിൽ, കൊഴിഞ്ഞു വീണ പൂവ്. അതുകൊണ്ട് വയലാർ പറയുന്നത്, മനോഹരമായ കാഴ്ചയാണ് നീ വസന്തകാലത്തിൽ ഞങ്ങൾക്കായി ഒരുക്കി തന്നത്. അതുകൊണ്ട് നീ വസന്തകാലത്തിൻ്റെ തിലകക്കുറികളാണെന്നാണ് പറഞ്ഞത്, തിലകക്കുറിയാണെന്ന് പറഞ്ഞത്. പിന്നീടോ, നീ മണ്ണിൽ വീണ പൂവാണെങ്കിലും ഈ മണ്ണിൽ വീണ പൂവിനെ ഞാനിതാ വിണ്ണിലെ, ആകാശത്തിലെ, സ്വർഗത്തിലെ കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിലെ, കൽപ്പദ്രുമം വെച്ചാൽ കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പിലെ, ഈ കൽപ്പവൃക്ഷം ഒരിക്കലും വാടില്ല, എന്നും നിത്യവസന്തമായി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം. ആ കൽപ്പവൃക്ഷത്തിലെ പൂവാക്കി വയലാറ് മാറ്റി എന്നും നിത്യവസന്തമായി വിരിഞ്ഞു നിൽക്കുന്നു ആശാൻ്റെ കവിത എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കൽപ്പവൃക്ഷം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പൂവ് വായനക്കാരുടെ മനസ്സിൽ ഒരിക്കലും വാടാത്ത പൂവായി സുഗന്ധം വരുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കവിതയെ വയലാർ രാമവർമ്മ അമരമാക്കി മാറ്റിയിരിക്കുകയാണ്. അമരമെന്ന് വെച്ചാൽ മരണമില്ലാത്തതാക്കി മാറ്റി വർണ്ണിക്കുകയാണ് ഇതിലൂടെ വയലാർ രാമവർമ്മ. എന്തൊരു മനോഹരമാണല്ലേ! ഇതോടുകൂടി ഗാനോട് അവസാനിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ വിട പറയുകയാണ്. ഇന്ന് ഒരുക്കിയ കാവ്യ വിരുന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഇഷ്ടജനങ്ങൾക്ക് അയച്ചു കൊടുക്കണേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ ഗാനം ഒന്ന് ആലപിച്ച് ഇവിടെ നമ്മൾ പിരിയുന്നു. ഗുഡ് ബൈ. വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ, വീണ പൂവേ, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ, വീണ പൂവേ. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ. നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണ്ണധനുസ്സിലെ മല്ലീശരമാക്കി, മല്ലീശരമാക്കി.
വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ വീണ പൂവേ. വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ. വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ. വർണ്ണ പീലിത്തൂലിക കൊണ്ടൊരു വസന്തതിലകമാക്കി ആശാൻ വിണ്ണിലെ കൽപ്പ ദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി വാടാമലരാക്കി. വീണ പൂവേ കുമാരനാശാന്റെ വീണ പൂവേ വീണ പൂവേ വീണ പൂവേ വീ